ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലിട്ടിരുന്ന വിധുവിൻ്റെ സ്റ്റോറിയുടെ 3rd പാർട്ടായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 2 പാർട്ട് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാവിലെ വളരെ വൈകിയാണ് വിധു ഉണർന്നത്. ഇന്നലെ നടന്ന പരാക്രമത്തിൻ്റെ ആലസ്യത്തിൽ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റണ്ണൗട്ടായി എന്ന രാഹുൽ ദ്രാവിഡിൻ്റെ പരസ്യമാണ് ടി വിയിൽ കാണുന്നത്. ഡാർക്ക്, വിധു മനസ്സിൽ കരുതി. രാവിലെ ഉണർന്നപ്പോൾ ആനിക്ക് ദേഹമാസകലം നല്ല വേദന അനുഭവപ്പെട്ടു. കണ്ണാടിയിലേക്ക് നോക്കി. ഭാഗ്യം, ചുണ്ടിന് പൊട്ടലൊന്നുമില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് സംശയം തോന്നാൻ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളുടെ ആവശ്യമില്ല. വൈകുന്നേരം കൂട്ടുകാരുമൊത്ത് സംസാരിക്കുകയാണ് വിധു. ഒരു സംശയം, വിധു പറഞ്ഞു. എന്ത് സംശയം? ആൽഫിയും മനുവും ഒരേപോലെ ചോദിച്ചു. നല്ല സ്റ്റാമിന കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വെണ്ടയ്ക്ക നല്ലോണം കഴിക്കണം, പിന്നെ കുറച്ച് വ്യായാമം ചെയ്യണം, ആൽഫി പറഞ്ഞു. മാറ്റമുണ്ടാവുമോ? വിധു സംശയത്തോടെ ചോദിച്ചു. ഉണ്ടാവുമെടാ, നീ ട്രൈ ചെയ്യ്, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടി, ആൽഫി ഉറപ്പ് നൽകി. എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യം. ഒരു പെണ്ണിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അസഹിക്കേണ്ടത്. അമ്മേ, രാത്രി ചോറിനെന്താ കൂട്ടാൻ? വിധു അമ്മയോട് ചോദിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചത് തന്നെ, വനജ പറഞ്ഞു. വേറൊന്നുമില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. വേറെ എന്താ വേണ്ടത്? വെണ്ടയ്ക്കുണ്ടോ ഇവിടെ? ഇല്ല, കടയിൽ പോയി വാങ്ങണം. എങ്കിൽ പൈസ താ, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. ഇനി മുതൽ ചോറിന് കൂട്ടാൻ എനിക്ക് വെണ്ടയ്ക്ക വറവ് കൂടെ വേണം. ഇതെന്താ പതിവില്ലാതെ പുതിയ പൂതി? നന്നായി പച്ചക്കറി കഴിക്കണം, എന്നാലേ ബോഡി സെറ്റാകൂ. പിന്നീട് വിധു നന്നായി എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. കുറേ നാളായി ചെയ്യാത്തതുകൊണ്ട് ശരീരത്തിൻ്റെ വഴക്കം നഷ്ടപ്പെട്ടിരുന്നു. എളുപ്പം കിതയ്ക്കാനും തുടങ്ങി. എന്നിരുന്നാലും അവൻ തന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്തു. സമയം 7 മണിയായി. കുളിച്ച് റെഡിയായി ആനി ടീച്ചർ അടുത്തേക്ക് ചെന്നു. പതിവ് പോലെ മുറിയിലെ കസേരയിൽ ഇരിക്കുകയാണ് ടീച്ചർ. ഒരു ലൈറ്റ് നീല നൈറ്റിയാണ് ടീച്ചറുടെ വേഷം. അവനെ കണ്ടയുടനെ ആനി കസേരയിൽ നിന്നും എഴുന്നേറ്റു. വിധു അവളെ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം നൽകി കസേരയിലിരുന്നു. രാവിലെ സോഫി ടീച്ചർ പറഞ്ഞ കാര്യമോർത്ത് ആനിക്ക് വിഷമമുണ്ട്. എന്താ ടീച്ചർ വിഷമിച്ചിരിക്കുന്നേ? വിധു ചോദിച്ചു. ഒന്നുമില്ല, ആനി പറഞ്ഞു. അതല്ല, എന്തോ ഉണ്ട്. ടീച്ചർക്ക് ഇന്നലത്തെ എൻ്റെ പെർഫോമൻസ് ഇഷ്ടമായില്ലേ? ഏയ്, അതൊന്നുമല്ല, ആനി പറഞ്ഞു. എനിക്കറിയാം, അതാണ്. ആദ്യം തന്നെ ടീച്ചറെ ഞാൻ നിരാശപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ വിധു, അതൊന്നുമല്ല കാര്യം. പിന്നെ എന്താ ടീച്ചറുടെ മുഖം വാടാനുള്ള കാരണം? സോഫി ടീച്ചർ പറഞ്ഞ കാര്യം ആനി അവനെ അറിയിച്ചു. ആനി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. സോഫി ടീച്ചർക്ക് എന്നോട് ഇങ്ങനെയൊരു ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, വിധു പറഞ്ഞു. അത് കേട്ട് ആനി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് സോഫി ടീച്ചറോട് തിരിച്ച് അങ്ങനെ തന്നെയാണോ? സോഫി ടീച്ചർ പൊളിയല്ലേ, കാണാനും കൊള്ളാം, പൂത്ത കാശുമുണ്ട്. ടീച്ചറെ സന്തോഷിപ്പിക്കാൻ ചെന്നാൽ കാശ് ഇങ്ങോട്ട് കിട്ടും. അത് കേട്ട് ആനിക്ക് ദേഷ്യം വന്നു. എങ്കിൽ ഇനി മുതൽ നീ അവളുടെ അടുത്ത് ട്യൂഷന് പൊക്കോ, ഇവിടെ വരണ്ട. സോഫി ടീച്ചറെ പോലെ ഞാൻ കാശുകാരിയല്ല. ആനിയുടെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ട് അവന് ചിരി വന്നു. എന്തിനാ ചിരിക്കുന്നേ? അവൾ കണ്ണു കൂർപ്പിച്ച് ചോദിച്ചു. എൻ്റെ ആനി ടീച്ചറെ, ഞാൻ ചുമ്മാ കളി പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ചൂടായോ? വിധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണോ തമാശ? അവൾ ഗൗരവം വിടാതെ ചോദിച്ചു. എൻ്റെ ടീച്ചറെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണിനെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെൻ്റെ ആനി ടീച്ചറാണ്. ടീച്ചറെ ചൂടാക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അവൻ ടീച്ചറെ സമാധാനിപ്പിച്ചു. എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയി, ആനി പരിഭവം പറഞ്ഞു. വിട്ടുകള ടീച്ചറെ, ദേഷ്യം വരുമ്പോൾ എൻ്റെ ആനിയെ കാണാൻ പ്രത്യേക ചേല. ടീച്ചറുടെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മതി എന്നെ കൊഞ്ചിച്ചത്, വന്ന് പഠിക്കാൻ നോക്ക്. ഇത്തവണ എക്സാം പാസ്സാകുമെന്ന് നിൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാ, ആനി പറഞ്ഞു. അതൊക്കെ പിന്നെ പഠിക്കാം,
നമുക്കൊരു റൗണ്ട് കൂടിയാലോ? നടക്കില്ല വിധു, നീ ഇപ്പോൾ പഠിക്കേ. പഠിത്തത്തിൽ നീ ഇപ്പോൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വല്ലതും നടക്കുമോ? നോക്കട്ടെ. നോക്കിയാൽ പോരാ. എനിക്ക് സേഫ് പീരീഡ് അല്ല. അത് കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ട്. അയ്യോ ടീച്ചറെ, അങ്ങനെ പറയരുത്. വിശന്ന് വന്ന് ഇലയിട്ടിട്ട് ചോറില്ലാന്ന് പറഞ്ഞാൽ എവിടെ ശരിയാകും? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ആനി തീർത്തു പറഞ്ഞു. അത് കേട്ട് അവൻ നിരാശനായി. ആനി പതിവ് പോലെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. 8:30 വരെ ആനി അവന് ക്ലാസ് എടുത്തു കൊടുത്തു. ഇന്നത്തേക്ക് ഇത്രയും മതി, നീ വീട്ടിലേക്ക് പൊക്കോ, ആനി പറഞ്ഞു. എന്നെ പറഞ്ഞു വിടാൻ ധൃതിയായല്ലേ? അവൻ ചോദിച്ചു. പിന്നെ വെറുതെ നീ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? വീട്ടിൽ പോയി ചോറുണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് കുറച്ചു നേരം ഓരോന്ന് മിണ്ടിയും പറഞ്ഞു ഇരുന്നൂടെ? നീ പറ, ടീച്ചർക്ക് എന്നിൽ അട്രാക്ഷൻ ഉണ്ടാക്കിയ കാര്യം എന്താണ്? നിന്റെ വിനയം. അതുമാത്രമേ ഉള്ളൂ? അതുപോരെ? അത് മതി. എന്നാലും വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ടീച്ചർ കാര്യമുള്ളതുപോലെ പറ, അവൻ നിർബന്ധിച്ചു. ആദ്യമൊന്നും എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ പിന്നെ എങ്ങനെയൊക്കെയോ നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. ഒരു അധ്യാപികയ്ക്ക് തൻ്റെ വിദ്യാർത്ഥിയോട് തോന്നുന്ന ഇഷ്ടം മാത്രം. പിന്നീട് നിനക്ക് എന്നോടുള്ള പെരുമാറ്റം എൻ്റെ ചിന്തകളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അത് പതിയെ ഒരു പ്രണയമായി ഉടലെടുത്തു. അതുകൊണ്ടാണ് അന്ന് നീ എൻ്റെ മേത്ത് പിടിച്ചപ്പോഴും കയർത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റാതെ പോയത്. ടീച്ചറുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടല്ലേ ധൈര്യമായി ടീച്ചറുടെ ദേഹത്തൊക്കെ കയറി പിടിച്ചത്. അവൻ പറഞ്ഞത് കേട്ട് ആനി അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ടീച്ചറെ, ഇന്ന് ഞാൻ വളരെ ആശിച്ചു വന്നതാ. വെറുതെ തിരിച്ചയക്കുന്നത് ശരിയല്ല. നീ അത്ര ആഗ്രഹിച്ചു വന്നതാണല്ലേ? ശരി, ഡെസ്പാകേണ്ടവാ. ഒരു കള്ളച്ചിരി ചിരിച്ച് അവൻ്റെ കവിളിലൊരു നുള്ളു കൊടുത്ത് അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആനി ബെഡിലേക്ക് മറഞ്ഞു. പിന്നെ അവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. റൊമാൻസിന് ശേഷം മുഖത്തോട് മുഖം നോക്കി വിധുവും ആനിയും കിടന്നു. ആനിയുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. ടീച്ചർ കൂടുതൽ സുന്ദരിയായി അവന് തോന്നി. ഇഷ്ടായോ? അവൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. ചെറുപുഞ്ചിരിയോടെ ഇഷ്ടമായി എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. ട്യൂഷൻ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോൾ വിധു ഭയങ്കര ആവേശത്തിലായിരുന്നു. തനിക്ക് കിടിലൻ സ്റ്റാമിന കിട്ടിയിരിക്കുന്നു, ഇന്നും കൂടണം. സമയം വൈകുന്നേരമാകാൻ അവൻ അക്ഷമയോടെ കാത്തിരുന്നു. വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന് അവൻ നേരം കളഞ്ഞു. സമയം വൈകുന്നേരം 7 മണിയായി. കുളിച്ചൊരുങ്ങി പഠിക്കാനുള്ള പുസ്തകങ്ങളുമായി വിധു ആനി ടീച്ചറുടെ വീട്ടിൽ ചെന്നു. ആനി ടീച്ചറുടെ അമ്മ മേരി അകത്തിരുന്ന് സീരിയൽ കാണുകയാണ്. ടീച്ചർ മുറിയിലുണ്ടോ? വിധു ചോദിച്ചു. ഉണ്ട്, മോൻ അകത്ത് ചെന്നോ? മേരി പറഞ്ഞു. ഉടനെ വിധു ആനി ടീച്ചറുടെ മുറിയുടെ അടുത്ത് ചെന്നു. വാതിൽ ചെറുതായി ചാരിയിട്ടേ ഉള്ളൂ. വാതിലിന് 2 തട്ട് തട്ടി അവൻ അകത്തേക്ക് കടന്നു. അകത്ത് കസേരയിലിരുന്ന് കാര്യമായി എന്തോ പേപ്പറുകൾ നോക്കുകയാണ് ടീച്ചർ. വിധുവിനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ച ശേഷം ആനി വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നു. ഒരു ലൈറ്റ് ബ്ലൂ നിറത്തിലുള്ള നൈറ്റിയാണ് ആനിയുടെ വേഷം. വിധു തൊട്ടടുത്തുള്ള കസേരയിലിരുന്നു. ടീച്ചർ കാര്യമായി എന്തോ പണിയിലാണെന്ന് തോന്നുന്നു. ഇന്ന് ക്ലാസ്സിൽ ഒരു എക്സാം നടത്തിയിരുന്നു. അതിൻ്റെ പേപ്പർ നോക്കുക, ആനി പറഞ്ഞു. നോക്കിത്തീരാൻ ഒരുപാട് സമയമെടുക്കൂ? ഇല്ല, കഴിയാറായി. വേഗം തീർക്ക്, നമുക്ക് കൂടണ്ടേ. നീ പുസ്തകം എടുത്ത് പഠിക്കാൻ നോക്ക്. ഇനി ഈ ആഴ്ച ഒരു കൂടലുമില്ല. ടീച്ചറേ, അവൻ നിരാശയോടെ പറഞ്ഞു. നീ പഠിക്ക് വിധു, പ്ലീസ് ടീച്ചർ, എൻ്റെ ചുന്ദരി ടീച്ചറല്ലേ, പ്ലീസ്. വിധു ടീച്ചറുടെ അടുത്ത് ചെന്ന് കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ആനി അവനെ പിടിച്ചു മാറ്റി. വിധു, നീ കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. എനിക്കിന്ന് എന്തായാലും പറ്റില്ല. ടീച്ചറെ, എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാനിന്ന് ഒരുപാട് ആശിച്ചാ വന്നത്, അവൻ കേണു പറഞ്ഞു. ഇന്നലെ ഇത് തന്നെയല്ലേ പറഞ്ഞേ? ആനി തിരിച്ചു ചോദിച്ചു. ഇന്നലെ വേറൊരാഗ്രഹം, ഇന്ന് വേറെ രീതിയിലുള്ള ആഗ്രഹം. എന്തോന്ന്? ആനി ഞെട്ടി തുളിച്ചു.
വിധു, എനിക്ക് നിന്നെപ്പോലെ നല്ലപോലെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ സ്വയം സഹിക്കുന്നത്. ശരി. അവൻ നിരാശയോടെ തല താഴ്ത്തി. ശേഷം ആനി വീണ്ടും തൻ്റെ പണി തുടർന്നു. വിധു ഇപ്പോഴും പ്രോഗ്രാം നടക്കാത്തതിൻ്റെ വിഷമത്തിലാണ്. അവൻ്റെ നിരാശ കലർന്ന മുഖഭാവം ആനി ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വായിക്കുന്നതുപോലെ പുസ്തകത്തിൽ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ചിന്ത മറ്റെന്തിലോ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അല്പനേരത്തെ പണിക്ക് ശേഷം ആൻസർ പേപ്പർ മുഴുവൻ നോക്കിക്കഴിഞ്ഞു. ഈ സമയത്തും വിധു ഒരേ ഇരിപ്പാണ്. ഡാ വിധു, ആനി അവനെ തട്ടി വിളിച്ചു. വിധു തല ഉയർത്തി ആനിയെ നോക്കി. ഇരു കൈകൾ കൊണ്ടും അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നോട് പിണക്കമാണോ? അവൻ്റെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. ഇല്ല ടീച്ചറെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് വന്നത്, അതുകൊണ്ടാ. ശരി, വാ. നാളെ മുതൽ നല്ല കുട്ടിയായിരുന്നു പഠിക്കുവോ? ഉറപ്പായും പഠിച്ചോളാം ടീച്ചർ മുത്തേ. അയ്യടാ, ചെക്കൻ്റെ ഒരു ചിണുങ്ങൽ. ആനി അവൻ്റെ മൂക്കിൽ പിടിച്ചു കൊഞ്ചി. തലേ ദിവസത്തേക്കാളും മികച്ച രീതിയിൽ ആ രാത്രിയും അവർ ആഘോഷമാക്കി. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വിധുവിൻ്റെ പഠിത്തം അങ്ങനെ കാര്യമായി നടക്കുന്നില്ല. ആനി ടീച്ചറെ കിട്ടിയ ശേഷം പഠിക്കാനുള്ള മൂഡ് പോയി. ഇപ്പോൾ ഏതു നേരവും ആനി ടീച്ചറെ കുറിച്ചുള്ള ചിന്തയാണ് മനസ്സിൽ മുഴുവൻ. കഴിഞ്ഞ ദിവസം രാത്രി നല്ല പരിപാടി നടന്നതുകൊണ്ട് ചെറിയൊരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട്. കട്ടിലിൽ കിടന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് സമയം കളയുകയാണ് വിധു. ഉച്ച കഴിഞ്ഞ് സമയം വൈകിട്ട് 4 മണിയായി. വിധു വീട് വിട്ടിറങ്ങി. പോകുന്ന വഴിയിൽ വെച്ച് സോഫി ടീച്ചറെ കണ്ടുമുട്ടി. അവനെ കണ്ടയുടനെ ടീച്ചർ പുഞ്ചിരിച്ചു. അവൻ തിരിച്ചും ചിരിച്ചു കാണിച്ചു. വിധു, ഒരുപാടായല്ലോ നിന്നെ കണ്ടിട്ട്. നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? സോഫി ടീച്ചർ തമാശ രൂപേണ ചോദിച്ചു. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു ടീച്ചർ. അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. നീ ഇപ്പോൾ ആനിയുടെ വീട്ടിൽ രാത്രി ട്യൂഷന് പോകാറുണ്ടല്ലേ? അതെ. അവൾ പറഞ്ഞിരുന്നു നീ കെമിസ്ട്രിയിൽ പൊട്ടിയെന്നും ഇപ്പോൾ ട്യൂഷന് വരാറുണ്ടെന്നും. അത് പിന്നെ ടീച്ചറെ, കെമിസ്ട്രി എനിക്ക് ഭയങ്കര ടഫാണ്, അതുകൊണ്ടാണ്. അവൻ ചെറിയ ചമ്മലോടെ പറഞ്ഞു. അവൻ്റെ ചമ്മിയ ഭാവം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സോഫി പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് നീ ഇങ്ങനെ ചമ്മുകയൊന്നും വേണ്ട. പരീക്ഷയാവുമ്പോൾ ജയവും തോൽവിയും സാധാരണയാണ്. തോറ്റുപോയ വിഷയം വീണ്ടും പഠിച്ച് പാസ്സാകാൻ നോക്കുന്നതിലാണ് കാര്യം. ടീച്ചറെ, ഞാനിപ്പോൾ നല്ലോണം പഠിക്കുന്നുണ്ട്. ഇത്തവണ എന്തായാലും ജയിക്കും. അതെനിക്കറിയാം. തുടക്കത്തിൽ കുറച്ച് ഉഴപ്പിയെങ്കിലും ഇപ്പോൾ നീ നന്നായി പഠിക്കുന്നുണ്ടെന്ന് ആനി പറഞ്ഞു. എന്നാൽ ശരി ടീച്ചറെ, ഞാൻ പൊക്കോട്ടെ. വിധു അവിടെ നിന്നും പോകാനൊരുങ്ങി. എന്താ ഇത്ര ധൃതി? എവിടെ പോകുവാ നീ? സോഫി ചോദിച്ചു. ഫ്രണ്ട്സിൻ്റെ അടുത്ത്. കളിക്കാനോ? അല്ല, വെറുതെ ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ. എന്നാൽ ശരി, നീ പൊക്കോ, സോഫി പറഞ്ഞു. അല്ല, ടീച്ചർ എങ്ങോട്ടാ? ഒന്ന് ആനിയുടെ വീട് വരെ. കുറേ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട്. എന്നാൽ ശരി ടീച്ചറെ. അതും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. വിധു ഒന്ന് നിന്നേ, സോഫി അവനെ പിന്നീന്ന് വിളിച്ചു. എന്താ? വിധു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ സാറ്റർഡേ ഫ്രീ ആണോ? വിധു ഒരു നിമിഷം ആലോചിച്ച ശേഷം അതെ. എന്നാ ഒന്നെൻ്റെ വീട് വരെ വരുമോ? അവൾ ചോദിച്ചു. എന്താ കാര്യം? അത് വീട്ടിലൊരു ചെറിയ പണിയുണ്ട്. എന്തു പണി? അവൻ സംശയത്തോടെ ചോദിച്ചു. അതാ എൻ്റെ PC-ക്ക് ചെറിയൊരു പ്രോബ്ലം. സോഫി എന്തോ ഓർത്തെടുത്ത ശേഷം പറഞ്ഞു. എനിക്ക് PC ശരിയാക്കാനൊന്നും അറിയില്ല. ഇതത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല. സിസ്റ്റത്തിന് ചെറിയ എന്തോ പ്രശ്നമാണ്. നീ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിരുന്നെങ്കിൽ. സോഫി ചെറിയൊരു അപേക്ഷ പോലെ പറഞ്ഞു. നോക്കാം. അവൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. നോക്കാമെന്ന് പറഞ്ഞാൽ പോരാ, നീ ഷുവറായിട്ട് വരണം. ശരി ടീച്ചറെ. അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച ശേഷം സോഫി നടന്നകന്നു. മനുവും ആൽഫിയും കളിസ്ഥലത്ത് വെറുതെ ഇരിക്കുകയാണ്. വിധു അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ ഇന്ന് വൈകിയത്? ആൽഫി ചോദിച്ചു. വരുന്ന വഴിക്ക് ആ സോഫി ടീച്ചറെ കണ്ടു. പിന്നെ ഓരോന്ന് പറഞ്ഞ് നേരം പോയി. ഏത് സോഫി? മനു ചോദിച്ചു. നമ്മളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സോഫി ടീച്ചർ. ഓ, ആ ടീച്ചറോ? ഇപ്പോൾ മനസ്സിലായി. നിൻ്റെ ആനി ടീച്ചറുടെ കട്ട ചങ്കല്ലേ? മനു ചോദിച്ചു. അതെ.
ഇവളെയൊക്കെ എന്തോരം സ്വപ്നം കണ്ടതാ. അതൊക്കെ ഒരു കാലം. മനു പഴയ കാര്യങ്ങളായി വിറക്കി. ആനി ടീച്ചർ കഴിഞ്ഞാൽ സ്കൂളിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് സോഫിക്കാണ്. ആൽഫി പറഞ്ഞു, ശരിയാ, രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകണം. അതെൻ്റെ പണ്ട് മുതലേ ഉള്ള മോഹ. നിൻ്റെ മാത്രമല്ല, എൻ്റെയും. ആ ആനിയുടെ മുഖം കണ്ടാൽ തന്നെ എൻ്റെ കൺട്രോൾ പോകും. ഇവനൊക്കെ എങ്ങനെയാണാവോ ഇത്രയും ദിവസം അവളെ ഇത്ര അടുത്ത് കിട്ടിയിട്ടും പിടിച്ചു നിൽക്കുന്നത്. ആൽഫി വിധുവിനെ നോക്കി പറഞ്ഞു. ആനി ടീച്ചറെ കുറിച്ച് പറഞ്ഞത് കേട്ട് വിധുവിന് അത്ര പിടിച്ചില്ല. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ടീച്ചർമാരെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇജാതി വർത്താനം മാത്രമേ നിങ്ങളുടെ വായിൽ വരൂ. പതിവിൽ നിന്നും വ്യത്യസ്തമായുള്ള വിധുവിൻ്റെ പെരുമാറ്റം കണ്ട് അത്ഭുതത്തോടെ ഇരുവരും അവനെ നോക്കി. ഇവനിത് എന്നാ പറ്റിയതാടാ? കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. പഴയതുപോലെ കമ്പിയും പറയുന്നില്ല, നമ്മൾ പറയുന്നോട്ട് പിടിക്കുന്നുമില്ല. ആൽഫി പറഞ്ഞു. എനിക്കും അത് തോന്നി. പറയടാ, എന്നാ നിനക്ക് പറ്റിയേ? മനു വിധുവിനോട് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, വിധു പറഞ്ഞു. പിന്നെ എന്തിനാടാ ഞങ്ങൾ പറയുമ്പോൾ നിനക്ക് പിടിക്കാത്തേ? പഠിപ്പിച്ച ടീച്ചർമാരെക്കുറിച്ച് ഇങ്ങനെ വേണ്ടാധീനം പറയുന്നത് ശരിയല്ല. അത് കേട്ട് ആൽഫിയും മനുവും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. ഡാ, നീ എന്താ നല്ല പുള്ള ചമയാൻ നോക്കുവാണോ? എനിക്ക് തോന്നുന്നു ഇവന് കാര്യമായി ഇവിടുന്ന് ഉപദേശം കിട്ടിയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ പറയില്ല. ഡാ മോനെ വിധു, കഴിഞ്ഞ തവണ പള്ളിയിൽ പോയപ്പോൾ വികാരിയച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല പോലെ ഉപദേശം കിട്ടിയതാ. പിന്നെയുള്ള 2 ദിവസം ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. എന്ത് ചെയ്യുമ്പോഴും ഒരു കുറ്റബോധം. പയ്യെ അത് മാറിക്കോളും, ആൽഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറ, ആരാ മോനെ ഉപദേശിച്ചത്? മനു ചോദിച്ചു. എന്നെ ആരും ഉപദേശിച്ചില്ല, ഇതൊക്കെ എനിക്ക് സ്വയം തോന്നിയ കാര്യങ്ങളാ, വിധു കനത്തിൽ പറഞ്ഞു. ഊഹ് 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതൊക്കെ നീ മാറ്റി പറയും. നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയില്ലേ മോനെ? പരിഹാസത്തോടെ പറഞ്ഞു. ഇനി യുവമാരോട് സംസാരിച്ചാൽ വീണ്ടും ഊക്ക് കിട്ടുമെന്ന് ബോധ്യമായതോടെ വിധു തൻ്റെ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പതിവ് പോലെ നേരം ഇരുട്ടിയതോടെ പുസ്തകങ്ങളുമായി വിധു ആനി ടീച്ചറുടെ അടുത്ത് ചെന്നു. കുളി കഴിഞ്ഞ് ഈറൻ മുടി കൈകൊണ്ട് ഒതുക്കുകയാണ് ആനി. അവൻ ഉടനെ ആനിയെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു മുത്തം നൽകി. എന്താ ടീച്ചറെ, ഇന്ന് കുളിക്കാൻ വൈകിയോ? വിധു ചോദിച്ചു. ഇന്ന് സോഫി ടീച്ചർ വന്നിരുന്നു. ഒരുപാട് നേരം സംസാരിച്ച് നേരം ഇരുട്ടിയാണ് ഇവിടുന്ന് പോയത്, ആനി പറഞ്ഞു. ആ, ഇവിടെ വരുന്ന വഴിക്ക് എന്നെയും കണ്ടതാ. കുറേ സംസാരിച്ചാ എന്നെ പോകാൻ വിട്ടത്. സോഫി ടീച്ചർ അങ്ങനെയാ, ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാ. അല്ല, ഞാനൊരു സബ്ജക്റ്റിൽ തോറ്റ കാര്യമൊക്കെ എന്തിനാ സോഫി ടീച്ചറോട് പറയാൻ പോയത്? എന്താടാ, അതിനെക്കുറിച്ച് ടീച്ചർ ചോദിച്ചോ? ആ, ഞാൻ നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയി. പോട്ടെ, സാരമില്ല. സമാധാനിപ്പിച്ചുകൊണ്ട് ആനി അവനൊരു മുത്തം കൊടുത്തു. അപ്പോൾ എങ്ങനാ, നമുക്കൊന്ന് കൂടിയിട്ട് പഠിച്ചാൽ പോരെ? അത് കേട്ട് ആനി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഇവിടെ വരുന്നത് എന്തിനാണെന്ന് ഓർമ്മയുണ്ടോ? പഠിക്കാൻ ആണല്ലോ. എന്നിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? അത് പിന്നെ ടീച്ചറെ, എനിക്ക് കൊതി തീർന്നില്ല, വിധു ചെറുചിരിയോടെ പറഞ്ഞു. നിന്റെ കൊതി തീരുന്നത് വരെ കാക്കാൻ നിന്നാൽ വീണ്ടും എക്സാമിൽ ഫെയിലാകും. ഇപ്പോൾ എനിക്ക് എക്സാമിന് ജയിക്കണം എന്നൊന്നുമില്ല ടീച്ചറെ, അവൻ അലസഭാവത്തിൽ പറഞ്ഞു. വിധു, നീ തമാശ കളിക്കാതെ മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്ക്, അല്ലേ എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിയും. അത് ഞാൻ 2-3 തവണ അറിഞ്ഞതല്ലേ ടീച്ചറെ, അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ഡാ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. വെറുതെ എന്നെ എരികേറ്റാതെ മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്ക്. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാം. ആനിയുടെ മുടിയിൽ തലോടി ചുമലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നിനി പഠിക്കണോ ടീച്ചറെ? ആനി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തോളിൽ പിടിച്ച് അവൻ്റെ പുറം കൈക്ക് ഒരടി കൊടുത്തു. മുറിയാകെ അടിയുടെ ശബ്ദം മുഴങ്ങി. വേദനയോടെ കൈ തടവിക്കൊണ്ട് ആനിയെ നോക്കി. എന്നെ അടിയാ ടീച്ചർ അടിച്ചത്? ദേ നോക്ക്, വിരലിൻ്റെ പാടെൻ്റെ കയ്യിൽ വന്നു. പറഞ്ഞതനുസരിച്ചില്ലേ, ഇതുപോലെ ഇനിയും കിട്ടും, അവൾ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി. ആനി കട്ടക്കലിപ്പിലാണെന്ന് അവന് മനസ്സിലായി. ഒട്ടും സമയം കളയാതെ അടുത്ത നിമിഷം തന്നെ അവൻ പഠിക്കാൻ ആരംഭിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലും ഇത് തന്നെ അവസ്ഥ. വളരെ പരുക്കൻ രീതിയിലാണ് ആനിയുടെ പെരുമാറ്റം. പഠിക്കുക എന്നല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്കുപോലും മിണ്ടാതെയായി. ആനിയുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ട് അവൻ അമ്പരന്ന് പോയി.
ഈ ആനി ടീച്ചർ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച താനുമായി റൊമാൻസിൽ ഏർപ്പെട്ടത്? അവൻ സംശയിച്ചു. ടീച്ചറെ, കുറേ ദിവസമായി. എന്നോട് എന്തിനാ ഈ അവഗണന? നീ ഇപ്പോൾ തീരെ പഠിക്കുന്നില്ല. നിന്റെ ശ്രദ്ധ മുഴുവൻ വേറെ ചിലതില്ല. നീ ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല വിധു. ടീച്ചറെ, ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? എന്നിട്ടാണോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നിനക്ക് കൃത്യമായി മറുപടി തരാൻ കഴിയാത്തത്? അത് പിന്നെ ഞാനൊക്കെ പഠിച്ചതാ, പക്ഷെ ഇപ്പോൾ മറന്നുപോയി. അവൻ ആനിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നതൊക്കെ വെറും വേസ്റ്റ് ആണല്ലേ? അല്ല, അങ്ങനെയല്ല, മൊത്തം മറന്നിട്ടില്ല, കുറച്ച് ഓർമ്മയുണ്ട്. അവൻ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എങ്കിൽ ഓർമ്മയുള്ളതൊക്കെ പറ. ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം വിധു പറയാൻ ശ്രമിച്ചു. വിക്കിക്കൊണ്ട് അവൻ ചില ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പോലും കൃത്യതയോടെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല. ആനിയുടെ മുഖത്ത് നോക്കാനാകാതെ അവൻ നിന്ന് വിയർത്തു. എൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞ് ഞാൻ എന്തിനാ നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? എനിക്ക് മടുത്തു. ആനി തല താഴ്ത്തി തൻ്റെ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു. ടീച്ചറെ, ഞാൻ പഠിച്ചോളാം. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുക. എന്തിനായിരുന്നു ഞാൻ എൻ്റെ ഊർജ്ജം നഷ്ടപ്പെടുത്തി നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തന്നില്ലേ? എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ പഠിച്ചേനെ. അതുപോട്ടെ, നിനക്ക് പഠിച്ച് പാസ്സാകണമെന്ന് സ്വയം ചിന്തയുണ്ടെങ്കിൽ നീ പഠിച്ചേനെ. മറുപടിയൊന്നും പറയാനാകാതെ അവൻ കലങ്ങിയ കണ്ണുകളോടെ തല താഴ്ത്തി. ഞാൻ ഇതുവരെ പറഞ്ഞു തന്നതൊക്കെ പഠിക്കാതെ ഇനി ഇങ്ങോട്ട് നീ വരണ്ട. നിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞോളാം. അതുകൂടി കേട്ടതോടെ അവൻ ആകെ വിഷമത്തിലായി. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല. ദേഷ്യത്തോടെ തൻ്റെ പുസ്തകങ്ങളും എടുത്ത് അവിടെ നിന്ന് പോയി. ഹാളിലിരുന്ന് TV കാണുകയാണ് ആനി ടീച്ചറുടെ അമ്മ. ഇന്നെന്താ ട്യൂഷൻ നേരത്തെ കഴിഞ്ഞു. ദേഷ്യവും വിഷമവും പരമാവധി അടക്കി പിടിച്ചുകൊണ്ട് മറുപടി നൽകി അവൻ വീട് വിട്ടിറങ്ങി. വീട്ടിൽ ചെന്നയുടനെ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. പുസ്തകങ്ങൾ മേശയുടെ മുകളിൽ എറിഞ്ഞുകൊണ്ട് അവൻ കിടക്കയിൽ വീണു. ഒരുപാട് നേരം അവൻ കണ്ണുനീർ ഒലിപ്പിച്ച് കിടന്നു. ആദ്യമൊക്കെ ആനി ടീച്ചറോട് ദേഷ്യം തോന്നിയെങ്കിലും തെറ്റ് തൻ്റെ ഭാഗത്ത് മാത്രമാണെന്ന് മനസ്സിലായി. അവൻ പതിയെ സ്വയം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ടക് ടക്. പെട്ടെന്ന് അമ്മ കതകിനും തട്ടി. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വരാം. കണ്ണ് തുടച്ചുകൊണ്ട് അവൻ മറുപടി നൽകി. ശേഷം ബാത്റൂമിൽ ചെന്ന് മുഖം നന്നായി കഴുകിയ ശേഷം ചോറുണ്ണാൻ ചെന്നു. തൻ്റെ ഇഷ്ടപ്പെട്ട മീൻ വറുത്തതും കറിയുമൊക്കെ ഉണ്ടെങ്കിലും വേണ്ടതുപോലെ കഴിക്കാൻ അവനായില്ല. പാതിക്ക് വെച്ച് അവൻ കഴിപ്പ് അവസാനിപ്പിച്ചു. എന്തേ നീ മുഴുവൻ കഴിക്കാഞ്ഞേ? അമ്മ ചോദിച്ചു. വിശപ്പില്ല, ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ തിരികെ മുറിയിലേക്ക് ചെന്നു. അന്നത്തെ ദിവസം അവന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരുപാട് ചിന്തകൾ അവനെ വേട്ടയാടി. രാവിലെ പതിവ് പോലെ ആനി ടീച്ചറും സോഫി ടീച്ചറും ഒരുമിച്ച് സ്കൂളിൽ പോവുകയാണ്. എന്നത്തെയും പോലെ കണി കാണാൻ വർക്കിച്ചായനും സഹായി കുട്ടാപ്പിയും വഴിവക്കിൽ കാത്തിരിപ്പുണ്ട്. കണ്ട ഭാവം നടിക്കാതെ ഇരുവരും വർക്കിയെ കടന്നുപോയി. എല്ലാ ദിവസവും ഇതുതന്നെ അവസ്ഥ. ഇനിയും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഉടനെ അയാൾ ആനിയുടെ മുൻപിലായി വഴിമുടക്കി നിന്നു. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ വഴിയിൽ നിന്ന് മാറ്, ആനി ദേഷ്യത്തോടെ പറഞ്ഞു. വിടില്ല ഞാൻ, എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ വിടില്ല ഞാൻ. വർക്കി വിട്ടുകൊടുത്തില്ല. എൻ്റെ വർക്കിച്ചായ, ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി, ഒന്ന് വഴിയിൽ നിന്ന് മാറ്. ഇത്തവണ സോഫി ടീച്ചറാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആനിയിൽ നിന്നും എനിക്കൊരു മറുപടി കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്ത് മറുപടിയാണ് തനിക്കറിയേണ്ടത്? ആനി ചോദിച്ചു. ആനി, വെറുതെ ഒന്നും അറിയാത്ത ഭാവം നടിക്കരുത്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഈ നാട്ടിലെ കൊച്ചുകുട്ടിയേക്ക് പോലും അറിയാം. എന്നിട്ടും എന്തിനാണ് എന്നോട് ഈ അവഗണന? ഒന്നുകിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. വെറുതെ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്. എനിക്കിഷ്ടമല്ല. അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ആനി ദേഷ്യത്തോടെ ചോദിച്ചു. ഐ ലവ് യു എന്ന് പറ. വർക്കി തലയിൽ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നടക്ക് ടീച്ചറെ, നമുക്ക് പോകാം. ഇപ്പോൾ തന്നെ സമയം വൈകി. ആനി വീണ്ടും വർക്കിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അണ്ടിപ്പോയ അണ്ണാനെ പോലെ അത് നോക്കി നിൽക്കാനേ വർക്കിക്കായുള്ളൂ. ഇതൊന്നും നടപടിയാകുമെന്ന് തോന്നുന്നില്ല വർക്കിച്ചായ, കുട്ടാപ്പി പറഞ്ഞു. നീ നോക്കിക്കോടാ കുട്ടാപ്പി, ആനി എൻ്റെ പെണ്ണാ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയും. അടുത്ത നിമിഷം ഞാൻ അവളെ കെട്ടുകയും ചെയ്യും.
നടന്നകലുന്ന ആനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, എത്ര നല്ല നടക്കാത്ത സ്വപ്നം, കുട്ടാപ്പി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആനി ടീച്ചർ പറഞ്ഞ പ്രകാരം പഠിച്ചതൊക്കെ പറഞ്ഞു കേൾപ്പിക്കാതെ ഒന്ന് കാണാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. പുസ്തകവും തുറന്നു പിടിച്ച് വിധു പഠിക്കാൻ തുടങ്ങി. സമയം 7:30 കഴിഞ്ഞിട്ടും ട്യൂഷന് പോകുന്നത് കാണാതായതോടെ അമ്മ കാര്യം തിരക്കാനായി മുറിയിലേക്ക് വന്നു. എന്താടാ, ഇന്ന് നീ ട്യൂഷന് പോകുന്നില്ലേ? അമ്മ ചോദിച്ചു. ഇല്ല. എന്തേ? ഇനി കുറച്ച് ദിവസം എന്നോട് വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞു. ടീച്ചർക്ക് തിരക്കാണ് പോലും. എന്ത് തിരക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മ, ടീച്ചറുടെ തിരക്ക് കഴിയട്ടെ, അതുവരെ വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ. വിധു അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വീട്ടിലിരുന്നാൽ നീ ഒരു വക പഠിക്കില്ലെന്ന് എനിക്കറിയാമല്ലോ, അമ്മ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പഠിക്കും അമ്മ, ഇതുവരെ പഠിപ്പിച്ചതൊക്കെ കൃത്യമായി മനഃപ്പാഠമാക്കിയ ശേഷമേ ഞാൻ ഇനി ടീച്ചറുടെ അടുത്തേക്കുള്ളൂ, വിധു ദൃഢമായി പറഞ്ഞു. ഉവ്, നിന്റെ പഠിത്തം ഞാൻ ഒരുപാട് കണ്ടതല്ലേ. ഇത്തവണ നിന്നെ പഠിപ്പിച്ച് പാസ്സാക്കുമെന്ന് ആനി എനിക്ക് വാക്ക് തന്നതാ. അതാണ് എൻ്റെ ഏക സമാധാനം. അതും പറഞ്ഞ് അമ്മ വനജ മുറിവിട്ടു പോയി. ശനിയാഴ്ച ദിവസം. ഇന്നല്ലേ സോഫി ടീച്ചർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? പെട്ടെന്നാണ് അവനത് ഓർമ്മ വന്നത്. ഉടനെ തന്നെ കാണാൻ കുഴപ്പമില്ലാത്ത ഒരു ടീഷർട്ടും പാൻറ്റും ധരിച്ചു. മുടിയൊക്കെ ചീകി മിനുക്കി സോഫി ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്നു. വലിയ നല്ല ഒന്നാന്തരം വീട്. മുൻവശത്തെ കതക് അടച്ചിട്ടിരിക്കുകയാണ്. വിധു കോളിംഗ് ബെൽ അടിച്ച് കാത്തിരുന്നു. അധികം താമസിയാതെ ടീച്ചർ വന്ന് വാതിൽ തുറന്നു. ഒരു നീല നിറത്തിലുള്ള സാരിയും വെള്ള നിറത്തിലുള്ള ബ്ലൗസുമാണ് സോഫിയുടെ വേഷം. സാരിക്കിടയിലൂടെ ടീച്ചറിൻ്റെ വയറിൻ്റെ പകുതി ഭാഗവും വ്യക്തമായി കാണുന്നുണ്ട്. ഒരു നിമിഷം അവൻ ആ ഭാഗത്തേക്ക് നോക്കി നിന്നുപോയി. വിധു തൻ്റെ വയറിലേക്കാണ് നോക്കുന്നതെന്ന് സോഫിക്ക് മനസ്സിലായി. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വാ. വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് സോഫി അവനെ അകത്തേക്ക് ക്ഷണിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. വീടിൻ്റെ അകവും വളരെ ഭംഗിയുള്ളതാണ്. വില കൂടിയ സോഫ സെറ്റും ടിവിയും മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് സെറ്റുകളും എല്ലാം കൊണ്ട് നല്ല ഒന്നാന്തരം വീട്. ഇവിടെ ടീച്ചർ ഒറ്റയ്ക്കാണോ താമസം? അവൻ ചോദിച്ചു. അല്ല, ഭർത്താവിൻ്റെ അമ്മയും ഉണ്ടാവും. അമ്മ ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞ് വരും. ശേഷം സോഫി അവനെയും കൂട്ടി മുറിയിലേക്ക് ചെന്നു. അവിടെയുള്ള കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ, നീ അതൊക്കെ ഒന്ന് നോക്ക്. ഞാൻ അപ്പോഴേക്കും നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് സോഫി അടുക്കളയിലേക്ക് ചെന്നു. ടീച്ചറുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവന് ചില പന്തികേടുകൾ തോന്നുന്നുണ്ട്. പക്ഷേ പുറത്ത് പ്രകടിപ്പിച്ചില്ല. കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കുറച്ചു നേരം വീക്ഷിച്ചു. പ്രത്യേകിച്ചൊരു കുഴപ്പവും അതിനുള്ളതായിട്ട് അവന് തോന്നിയില്ല. ഡോക്യുമെൻറ്റ്സ് ഓൺ ചെയ്തു. അതിലെ വീഡിയോ ഫോൾഡർ ഓൺ ചെയ്തു. 3-4 വീഡിയോകൾ അതിലുണ്ടായിരുന്നു. പ്ലേ ചെയ്ത് നോക്കി. വീഡിയോ കണ്ട് അവൻ ഞെട്ടി. എല്ലാം നല്ല അസല് വീഡിയോകൾ. ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള റൊമാൻറ്റിക് വീഡിയോ ആണ്. മുറിയിലേക്ക് ടീച്ചർ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച ശേഷം അവൻ അടുത്ത വീഡിയോ പ്ലേ ചെയ്തു. ഇതൊക്കെ കണ്ട് അവൻ വിയർക്കാൻ തുടങ്ങി. പെട്ടെന്ന് കുടിക്കാൻ വെള്ളവുമായി സോഫി അകത്തേക്ക് കയറി വന്നു. അടുത്ത നിമിഷം തന്നെ വെപ്രാളപ്പെട്ടുകൊണ്ട് ആ വീഡിയോ മിനിമൈസ് ചെയ്തു. നീ എന്താ വിയർത്തിരിക്കുന്നത്? AC ഓൺ ചെയ്യണോ? സോഫി ചോദിച്ചു. വേണ്ട, നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്തായി, കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം മനസ്സിലായോ? ഞാൻ നോക്കിയിട്ട് ഇതിന് പ്രത്യേകിച്ചൊരു പ്രശ്നവും കാണുന്നില്ല. നീ ശരിക്കും നോക്കിയോ? നോക്കി. എല്ലാം നോക്കിയോ? നോക്കി. ഇടയ്ക്ക് ഇതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ റിപ്പയറിന് കൊടുത്തൂടെ? അതിനാ നിന്നെ വിളിച്ചത്. എനിക്ക് കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാനൊന്നും അറിയില്ല. നീ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ റിപ്പയറിന് കൊടുത്താൽ പോരെ? അത് നോക്കാനാണ് നിന്നെ വിളിച്ചത്. ഒട്ടും ലോജിക്കില്ലാത്ത രീതിയിലാണ് സോഫിയുടെ സംസാരം. അവൻ്റെ പരിഭ്രമം വർദ്ധിച്ചു. അത് മനസ്സിലാക്കിയ സോഫി അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അവനത് വാങ്ങിച്ചു. നിൻ്റെ കൈ എന്താ വിറയ്ക്കുന്നത്? വന്നപ്പോൾ ഉള്ളതുപോലെ അല്ലല്ലോ മുഖഭാവം, എന്തു പറ്റി? സോഫി ചോദിച്ചു. അതൊന്നുമില്ല, അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. മടിച്ചു നിൽക്കാതെ എന്താണെന്ന് വെച്ചാൽ പറ, സോഫി അവനെ നിർബന്ധിച്ചു. അത് പിന്നെ ടീച്ചറെ, നീ മര്യാദയ്ക്ക് കാര്യം പറ. ടീച്ചറുടെ തുടരെയുള്ള ചോദ്യങ്ങൾ കാരണം ഒടുവിൽ അവൻ കാര്യം പറയാൻ തീരുമാനിച്ചു.
ടീച്ചറുടെ സിസ്റ്റത്തിൽ മോശം വീഡിയോകൾ. എന്ത്? ടീച്ചറുടെ സിസ്റ്റത്തിൽ വേണ്ടാത്ത ചില വീഡിയോസ്. അവനത് പറയാൻ കഴിയാത്ത അവസ്ഥ. നീ കണ്ടോ? സോഫി ചോദിച്ചു. എന്നിട്ടെവിടെ? നീ അതൊന്ന് ഓപ്പൺ ചെയ്യേ. മുഖത്ത് കൃത്രിമ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. ചമ്മലോടെ അവൻ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തു. സോഫി അവനെ നോക്കി വീഡിയോ പ്ലേ ചെയ്യാൻ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു. അല്പനേരം മടിച്ചു നിന്ന ശേഷം അവൻ വീഡിയോ പ്ലേ ചെയ്തു. ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള റൊമാൻറ്റിക് വീഡിയോ സ്ക്രീനിൽ തെളിഞ്ഞു. ടീച്ചറുടെ സാമീപ്യത്തിൽ റൊമാൻറ്റിക് രംഗങ്ങൾ കാണുന്നതോർത്തപ്പോൾ അവന് നാണം തോന്നി. ഈ സമയം വിധുവിൻ്റെ ഇരു ഷോൾഡറുകളിലും തലോടിക്കൊണ്ട് സോഫി ചോദിച്ചു, നിനക്കിതൊക്കെ ഇഷ്ടമാണോ? അല്ല, വിക്കി അവൻ മറുപടി നൽകി. എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? അത് പിന്നെ ടീച്ചറെ എന്ത് പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി. എനിക്കറിയാം, നീ എന്നോട് കള്ളം പറയുക. ബസ്സിൽ വെച്ച് നീ ആനിയോട് ചെയ്തതൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകളുള്ള ബസ്സിൽ വെച്ച്, അതും സ്വന്തം ടീച്ചറെ കയറി പിടിക്കാൻ മാത്രം ധൈര്യം കാണിച്ച നിന്റെ ചോരത്തിളപ്പ് എനിക്ക് മനസ്സിലാകും. ചെറിയ കള്ളച്ചിരിയോടെ സോഫി പറഞ്ഞു. ഞാൻ ഇനി ആനി ടീച്ചറെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്തിനാ വിധു പറഞ്ഞ കള്ളം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? അന്ന് ബസ്സിൽ വെച്ച് നടന്നതെല്ലാം അവൾ എന്നോട് വ്യക്തമായി പറഞ്ഞിരുന്നു. പിന്നീട് മറുപടിയൊന്നും പറയാനാകാതെ അവൻ തല താഴ്ത്തിയിരുന്നു. അവൻ്റെ വിഷമം പിടിച്ച ഭാവം കണ്ട് അവൾക്ക് ചിരി വന്നു. നിലത്തോട്ട് നോക്കിയിരിക്കുന്ന വിധുവിൻ്റെ മുഖം പിടിച്ചുയർത്തി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അടുത്ത നിമിഷം അവൻ ഞെട്ടുമെന്നാണ് സോഫി പ്രതീക്ഷിച്ചത്. പക്ഷേ അവളുടെ പ്രതീക്ഷകളെയൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിലായിരുന്നു അവൻ്റെ പെരുമാറ്റം. സോഫിയെ നോക്കി അവൻ ചിരിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൾ അതിശയിച്ച് നിന്നു. ടീച്ചർ എന്തിനാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. ഇത് കേട്ട് ചമ്മി നിൽക്കുകയാണ് സോഫി. ടീച്ചർക്ക് എൻ്റെ മേലെ ഒരു നോട്ടമുള്ള കാര്യത്തെക്കുറിച്ച് ആനി ടീച്ചർ സൂചന തന്നിരുന്നു. അവൾ നിൻ്റെ അടുക്ക വേറെ എന്തെങ്കിലും പറഞ്ഞോ? വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ടീച്ചർ മുടന്തം കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എന്തിനാണ് വിളിക്കുന്നതെന്ന്. അവൻ പറയുന്നത് കേട്ട് നാണിച്ച് നിൽക്കുകയാണ് സോഫി. എന്തിനാണ് ടീച്ചർ ഈ നാടകമൊക്കെ? മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു. അത് വിധു, ഞാൻ മറുപടി പറയാനാകാതെ സോഫി നിന്ന് വിയർത്തു. വേണ്ട, ഇനി പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. സോഫിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. കസേരയിൽ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞു നിൽക്കുന്ന സോഫിയെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. നിനക്കെന്നെ ഇഷ്ടമാണോ വിധു? സോഫി പതിയെ ചോദിച്ചു. അതെ, എനിക്കിഷ്ടമാണ്. പണ്ട് മുതലേ എനിക്ക് ടീച്ചറുടെ മേലെ ഒരു കണ്ണുള്ളതാ. ഞാൻ എപ്പോൾ വിളിച്ചാലും നീ ഇവിടെ വരുമോ? പരമാവധി ഞാൻ വരാൻ ശ്രമിക്കാം. അടുത്ത നിമിഷം സോഫി തിരിഞ്ഞു നിന്ന് അവൻ്റെ കവിളിൽ ചുംബിച്ചു. അവൻ തിരിച്ചും അവളെ ചുംബിച്ചു. ഇതാണോ ടീച്ചറുടെ ബെഡ്റൂം? അതെ. ബെഡ്റൂമിലെ മേശയ്ക്ക് മുകളിൽ സോഫി ടീച്ചറും ഭർത്താവും ഒരുമിച്ചുള്ള ഫോട്ടോ ശ്രദ്ധയിൽപ്പെട്ടു. ടീച്ചറുടെ ഹസ്ബൻഡ് അടുത്ത നാട്ടിൽ വരുന്നുണ്ടോ? ഇല്ല, ഈ വർഷത്തെ ലീവ് പുള്ളി ക്യാൻസൽ ചെയ്തു. അങ്ങേർക്കെന്താ എൻ്റെ സോഫി ടീച്ചറോടൊരു സ്നേഹവുമില്ലേ? അങ്ങേർക്ക് ഞാൻ ജീവനാ. എന്നിട്ടാണോ ലീവ് ക്യാൻസൽ ചെയ്തത്? ഞാൻ മാത്രമല്ല, ജോലിയും ഇച്ഛായന് ജീവനാ. ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടാക്കിയില്ലേ? ഇനി മതിയാക്കി വരാൻ പറ. എന്നിട്ട് ഈ കൊച്ചു നാട്ടിൽ വന്ന് ഈ സുന്ദരി പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് കാണിച്ചൂടെ? എനിക്ക് ആഗ്രഹമുണ്ട്, മൂപ്പര് വരണ്ടേ. എന്താ ചെയ്യുക? നിനക്കെന്നെ എന്തും ചെയ്യാം. ഞാൻ ഇനി നിൻ്റേത് കൂടിയാണ് ചക്കരെ. ഐ ലവ് യു ടീച്ചർ, ഐ ലവ് യു. ശേഷം സോഫി ടീച്ചറുടെ ബെഡ്റൂമിൽ വിധു ടീച്ചറുമായി ആഘോഷത്തിലേർപ്പെട്ടു. ശേഷം അവൻ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. കിടക്കയിൽ അവൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. നല്ലൊരുറക്കം കഴിഞ്ഞതിൻ്റെ ആലസ്യത്തിൽ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചു. ബാത്റൂമിൽ ചെന്ന് കൈയും മുഖവും കഴുകിയ ശേഷം വിധു മുറി വിട്ട് ഹാളിലേക്ക് ചെന്നു. അവിടെയൊന്നും സോഫിയെ കാണാനില്ല. അടുക്കളയിൽ നിന്നും നല്ല മീൻ പൊരിക്കുന്നതിൻ്റെ വാസന വരുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന മുടി കൈകൊണ്ട് വാരി ഒതുക്കിയ ശേഷം അവൻ അടുക്കളയിലേക്ക് ചെന്നു. ഫ്രൈയിങ് പാനിൽ വെച്ച് അയക്കൂറ പൊരിക്കുകയാണ് സോഫി ടീച്ചർ.
നീല നിറത്തിലുള്ള നൈറ്റിയാണ് വേഷം. കഴിക്കാൻ എന്താ സ്പെഷ്യൽ? വിധു ചോദിച്ചു. ചോറും പോർക്ക് വരട്ടിയതും നല്ല അയക്കൂറ ഫ്രൈയും. ഇതൊക്കെ ഇഷ്ടമാണോ? സോഫി ചോദിച്ചു. ഇഷ്ടമാണ്. കൈ കഴുകി വന്നിരിക്ക്, ഞാൻ ചോറ് വിളമ്പാം. വിധു സോപ്പ് തേച്ച് കൈ കഴുകിയ ശേഷം ഡൈനിങ് ടേബിളിലിരുന്നു. പ്ലേറ്റുകൾ നിരത്തി അവന് ചോറും കറിയും വിളമ്പി കൊടുത്തു. എങ്ങനെയുണ്ട്? എൻ്റെ കറി കൊള്ളാമോ? സോഫി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കൊള്ളാം, നല്ല എരി. നിനക്കിതത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും നല്ല എരി വേണം. എനിക്കും എരി ഇഷ്ടമാണ്. എന്നാൽ മുഴുവൻ കഴിക്ക്, രാവിലെ ഒരുപാട് അധ്വാനിച്ചതല്ലേ. സോഫി ചെറു ചിരിയോടെ പറഞ്ഞു. ടീച്ചർ കഴിക്കുന്നില്ലേ? നീ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. ചോറൊക്കെ കഴിച്ച ശേഷം അവൻ പോകാനൊരുങ്ങി. ഇതുപോലെ ഇടയ്ക്ക് ഞാൻ വിളിക്കാം, അപ്പം വന്നോണം. യാത്ര അയച്ചുകൊണ്ട് സോഫി പറഞ്ഞു. ഞാൻ ഉറപ്പായും വരും. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ വന്ന കാര്യം ഒരിക്കലും ആന ടീച്ചർ അറിയരുത്. പേടിക്കണ്ട, അവൾ അറിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട് ടീച്ചറെ. എനിക്ക് പിന്നെ ആന ടീച്ചറെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ശരി ശരി, ഞാൻ ഒന്നും പറയുന്നില്ല, പോരെ? മതി. അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അവിടം വിട്ടിറങ്ങി. പഠിപ്പിച്ച 2 യമണ്ടൻ ടീച്ചർമാരെയും കിട്ടിയത് തൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ മുഴുവൻ ജീവിതത്തിൽ സംഭവിച്ച സൗഭാഗ്യങ്ങളാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ്റെ മനസ്സിൽ ഒരു സങ്കടം കടന്നുകൂടി. ഇതുവരെ തന്ന പോർഷൻസ് മുഴുവൻ കൃത്യമായി പഠിക്കാതെ ഇനി ആന ടീച്ചറുടെ അടുത്ത് ചെല്ലാൻ കഴിയില്ല. വെറുതെ നിന്ന് സമയം കളഞ്ഞാൽ ഒരുപക്ഷെ ആന ടീച്ചറെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. അതിനൊരിക്കലും ഇടവരുത്തരുത്. നാളെ മുതൽ കൃത്യമായി പഠിക്കണം. വിധു ദൃഢനിശ്ചയമെടുത്തു. പതിവ് പോലെ രാവിലെ ഒരുമിച്ച് സ്കൂളിൽ പോവുകയാണ് ആന ടീച്ചറും സോഫി ടീച്ചറും. പതിവില്ലാതെ ടീച്ചറുടെ മുഖത്ത് നല്ല തെളിച്ചുണ്ടല്ലോ, ആനി ചോദിച്ചു. എന്താ സംഭവം? ആനി വീണ്ടും ചോദിച്ചു. അതൊക്കെയുണ്ട്, സോഫി ചെറുചിരിയോടെ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പറ ടീച്ചറെ, ആനി നിർബന്ധിച്ചു. അത് നിന്നോട് പറഞ്ഞാൽ ശരിയാകില്ല മോളെ. അതെന്താ, അത്ര വലിയ സീക്രട്ടാണോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. ടീച്ചർ സസ്പെൻസ് ഇടാതെ കാര്യം പറ, ആനി വീണ്ടും നിർബന്ധിച്ചു. ശരി ശരി, ഞാൻ പറയാം. എങ്കിൽ പറ. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ സീക്രട്ടായി വെക്കണം. അബദ്ധത്തിൽ പോലും ആരോടും പറഞ്ഞേക്കരുത്. ടീച്ചർക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ അങ്ങനെ പറയുന്ന ടൈപ്പാണോ? നിന്നെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ എന്നാൽ ഇക്കാര്യത്തിൽ നല്ല പേടിയുണ്ട്, സോഫി ചെറിയൊരു അങ്കലാപ്പോടെ പറഞ്ഞു. ടീച്ചർ ധൈര്യമായി പറഞ്ഞോളൂ, തന്നെ വിശ്വസിക്കാമെന്ന മട്ടിൽ ആനി പറഞ്ഞു. ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം സോഫി പറയാൻ ആരംഭിച്ചു. ഇന്നലെ വിധു എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്തിന്? സംശയത്തോടെ ആനി ചോദിച്ചു. എൻ്റെ വീട്ടിലെ PC ശരിയാക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ. എന്നിട്ട്? ആനി ചെറിയ ഭയത്തോടെയും ആകാംക്ഷയോടെയും ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി. ചെറിയ നാണത്തോടെ സോഫി പറഞ്ഞു. സോഫി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ആനിക്ക് മനസ്സിലായി. അവളുടെ ഹൃദയം തകർന്നടിഞ്ഞ പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. ഞെട്ടലോടെ അവൾ സോഫിയെ തന്നെ നോക്കി. എടി, ഇതാരോടും പറഞ്ഞേക്കരുത് കേട്ടോ. നിന്നെ എനിക്ക് അത്രയ്ക്കും വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് കാര്യം പറഞ്ഞത്. മറുപടിയൊന്നും പറയാതെ ആനി മുഖം തിരിച്ചു. ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞത് വിധു അറിയണ്ട കേട്ടോ. ആനി ടീച്ചർ ഒരിക്കലും ഇക്കാര്യം അറിയരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞതാ. അതും കൂടി കേട്ടതോടെ ആനിക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാനായില്ല. അവൾ മാനസികമായി തകർന്നു. പക്ഷേ തൻ്റെ ഉള്ളിലെ വിഷമം ആനി പുറത്ത് പ്രകടമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നിനക്കിതെന്തു പറ്റി? മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ, സോഫി സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, പെട്ടെന്ന് ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കെന്തോ പോലെ. ആനി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എടി, ഇതൊന്നും ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ, എൻ്റെ ജീവിതം നശിക്കും, സോഫി വീണ്ടും ഓർമ്മിപ്പിച്ചു. ആരോടും പറയില്ല എന്നർത്ഥത്തിൽ ആനി തലയാട്ടി. അന്നത്തെ ദിവസം സ്കൂളിൽ വെച്ചും ക്ലാസ് എടുക്കുമ്പോഴുമൊക്കെ ആനിയുടെ മനസ്സിൽ രാവിലെ സോഫി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളാണ്. വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അന്നത്തെ സ്കൂൾ സമയം അവൾ തള്ളി നീക്കി. എന്തു പറ്റി നിൻ്റെ മുഖത്തൊരു വാട്ടം? ആനിയുടെ പെരുമാറ്റത്തിലെ മാറ്റം ശ്രദ്ധയിൽപ്പെട്ട അമ്മ ചോദിച്ചു. ഒന്നുമില്ല, ചെറിയൊരു തലവേദന. മറുപടിയായി സ്ഥിരം പറയാറുള്ള കള്ളം തന്നെ തട്ടിവിട്ടു. എന്നാൽ മോള് പോയി കുറച്ചു നേരം കിടക്ക്, ഉണരുമ്പോഴും വേദനയൊക്കെ മാറും.
അമ്മ ആനിയുടെ നെറ്റിയും തടവിക്കൊണ്ട് പറഞ്ഞു. ആനി ബെഡ്റൂമിലേക്ക് ചെന്നു. അവളുടെ കണ്ണ് നനയാൻ തുടങ്ങി. വിഷമത്തോടെ ബെഡിൽ തലചായ്ച്ച് കിടന്നു. അതേസമയം തകൃതിയായി പഠിക്കുകയാണ് വിധു. എത്രയും പെട്ടെന്ന് ചാപ്റ്റർ മുഴുവൻ പഠിച്ച് തീർത്തിട്ട് തൻ്റെ ഇടത്തോടെ ടീച്ചറിന് മുമ്പിൽ ചെന്ന് നിൽക്കണം. ഈ സമയം വിധുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. മനു ആണ് വിളിക്കുന്നത്. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താടാ? വിധു ചോദിച്ചു. കുറച്ച് ദിവസമായിട്ട് നിന്നെ പുറത്തൊന്നും കാണുന്നില്ലല്ലോ, എന്തു പറ്റി? മനു തിരിച്ചു ചോദിച്ചു. മുഴുവൻ പഠിച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ മതിയെന്നാണ് ആന ടീച്ചർ പറഞ്ഞത്. അപ്പോൾ മുഴുവൻ നേരവും നീ വീട്ടിലിരുന്ന് പഠിക്കുകയാണോ? അതെ. നിനക്ക് വട്ടായ? വട്ട് നിൻ്റെ അപ്പനെ വിളിക്കാതെ നീ പുറത്തോട്ട് ഇറങ്ങടാ കോപ്പേ. ഇല്ല, ചാപ്റ്റർ മുഴുവൻ പഠിച്ചു തീരാതെ ഞാൻ ഇനി പുറത്തോട്ട് ഇറങ്ങില്ല. ഇതെനിക്കൊരു വാശിയാ. അവൻ്റെ അമ്മയുടെ ഒരു വാശി. തെറി വിളിച്ചുകൊണ്ട് മനു ഫോൺ കട്ട് ചെയ്തു. യാതൊരു പ്രലോഭനങ്ങളിലും വീഴാതെ അവൻ പഠിപ്പ് തുടർന്നു. എല്ലാം പഠിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം വിധു ആനി ടീച്ചറുടെ വീട്ടിലേക്ക് ചെന്നു. ടീച്ചറുടെ അമ്മ ഹാളിലിരുന്ന് സീരിയൽ കാണുകയാണ്. കുറച്ച് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്, അമ്മ ചോദിച്ചു. കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അവൻ കള്ളം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ആനി ടേബിളിലിരുന്ന് ബുക്കിൽ എന്തോ എഴുതുകയാണ്. അവൻ പതിയെ അടുത്ത് ചെന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ഞാനെല്ലാം പഠിച്ചു, അവൾ പതിയെ പറഞ്ഞു. ആനി അത് കാര്യമാക്കാതെ വീണ്ടും എഴുത്തു തുടർന്നു. ടീച്ചറെ, അവൻ വീണ്ടും വിളിച്ചു. ആനി ദേഷ്യത്തോടെ അവനെ നോക്കി. എന്താ ടീച്ചറെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നേ? അവൻ സംശയത്തോടെ ചോദിച്ചു. നീ എല്ലാം പഠിച്ചില്ലേ? ആനി ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. പഠിച്ചു, അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. പരീക്ഷയ്ക്ക് പാസ്സാവില്ലേ? ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി മുതൽ ഇങ്ങോട്ടേക്ക് വരണ്ട. ബാക്കി കുറച്ചു ഭാഗം കൂടിയല്ലേ ഉള്ളൂ, അത് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ആനി അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഞെട്ടി. എന്താ ടീച്ചറെ ഈ പറയുന്നേ? കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, ഗൗരവത്തോടെ ആനി പറഞ്ഞു. ടീച്ചറെ, എന്താ ടീച്ചർക്ക് പറ്റിയത്? എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എൻ്റെ മുമ്പിൽ വേണ്ട നിൻ്റെ അഭിനയം. നിനക്ക് കെമിസ്ട്രി പറഞ്ഞു തരാൻ ഇപ്പോൾ വേറെ ടീച്ചറുണ്ടല്ലോ, ആനി ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ എൻ്റെ ആനി പെണ്ണ് പറയുന്നത്? എനിക്ക് കെമിസ്ട്രി പറഞ്ഞു തരാൻ ഈ ടീച്ചർ മാത്രമല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് അവൻ ആനിയെ കെട്ടിപ്പിടിച്ചു. ആനി അവനെ തള്ളി മാറ്റി അവൻ്റെ കരണം പൊളിയുന്ന പോലെ ഒരടി കൊടുത്തു. ടപ്പേ! അടിയുടെ ശബ്ദം മുറി നിറഞ്ഞു. ഒന്നും മനസ്സിലാകാതെ അവൻ ആനിയെ തന്നെ നോക്കി. എന്തിനാ എന്നെ തല്ലിയത്? അവൻ വേദനയോടെ കവിള് തടവിക്കൊണ്ട് ചോദിച്ചു. നീ സോഫി ടീച്ചറുടെ അടുത്ത് പോയിരുന്നോ? ആനി ദേഷ്യത്തോടെ ചോദിച്ചു. പോയിരുന്നു, വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ പോയത്? PC ശരിയാക്കാൻ. എന്നിട്ട് ശരിയാക്കിയോ? അത് ഞാൻ ചോദിച്ചതിന് ഉത്തരെന്താ? ശരിയാക്കി. നന്നായിട്ടുണ്ട് നിൻ്റെ അഭിനയം, ആനി അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ടീച്ചറെ, നീ ഇനി ഒന്നും പറയണ്ട. സോഫി ടീച്ചറുടെ നാക്കിൽ നിന്നും നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. നിൻ്റെ മനസ്സിൽ വെറും കാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ വലക്കിയപ്പോൾ നീ അവളുടെ അടുത്തേക്ക് പോയത്. എന്നോട് ക്ഷമിക്കണം ടീച്ചറെ, അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയി. അവൻ കണ്ണീരോടെ കേണു പറഞ്ഞു. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. കൈ ചൂണ്ടി അവനെ പുറത്തേക്ക് നയിച്ചു. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ആനി കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവൻ അവിടം വിട്ടിറങ്ങി. മനസ്സിൽ നല്ല വിഷമമുണ്ട്. മുറിയിൽ ചെന്ന് കതകടച്ച് അവൻ കരയാൻ തുടങ്ങി. അന്നത്തെ ദിവസം ഒരു തരി ആഹാരം പോലും കഴിച്ചില്ല. തെറ്റ് തൻ്റെ ഭാഗത്ത് മാത്രമാണ്. മുടിഞ്ഞ കാമം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഒരിക്കലും ആനി ടീച്ചറെ തനിക്ക് കിട്ടില്ല. രാത്രി അത്താഴം കഴിക്കുകയാണ് ആനി. അമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു. ഒന്നും മിണ്ടാതെ കുറച്ചു നേരം പരിങ്ങി കളിച്ചു. അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ആനിക്ക് കാര്യം പിടികിട്ടി. നിനക്ക് വയസ്സ് കൂടി വരികയാ. അച്ഛൻ വരുത്തിയ കടങ്ങളൊക്കെ വീട്ടിയിട്ട് കല്യാണം കഴിക്കാൻ നിന്നാൽ അത് ഇനി ഒരുപാട് വൈകും. നിന്നെ നല്ലൊരുത്തൻ്റെ കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അമ്മ കല്യാണം ആലോചിച്ചോളൂ, ഞാൻ എതിരൊന്നും പറയില്ല. അത് കേട്ട് അമ്മയ്ക്ക് സന്തോഷമായി. ആ മർക്കി നല്ലവനാ, നിന്നെ ഒരുപാട് ഇഷ്ടം അവന്. നിനക്ക് വേണ്ടി അവനെ തന്നെ ആലോചിച്ചാലോ എന്നാ എൻ്റെ തീരുമാനം. ആനി നിരുത്സാഹത്തോടെ അമ്മയെ നോക്കി.
അവൻ വേണ്ടമ്മേ, വേറെ ആലോചനകൾ നോക്കാം. എന്തുകൊണ്ടും നിനക്ക് പറ്റിയ ആലോചനയാണിത്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്ന, നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാവൻ. ഈ ആലോചനയോട് എനിക്ക് 100 വട്ടം സമ്മത. നിനക്ക് താല്പര്യമില്ലെങ്കിൽ അമ്മ നിർബന്ധിക്കില്ല. അമ്മ പറയുന്നത് കേട്ട് അല്പനേരം അവൾ നിശബ്ദയായി. ശേഷം പറഞ്ഞു, അമ്മയുടെ സന്തോഷം തന്നെ എൻ്റെയും സന്തോഷം. അത് കേട്ട് അമ്മയ്ക്ക് സന്തോഷമായി. ഈ വിവരം ഉടനെ തന്നെ വർക്കിയുടെ വീട്ടിൽ അറിയിച്ചു. വിവരം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് വർക്കി. ഇപ്പോൾ മനസ്സിലായോടാ, വർക്കി വെറും പെറുക്കിയല്ലെന്ന്. വർക്കി ഗമയിൽ പറഞ്ഞു. മനസ്സിലായി, നിങ്ങളൊരു സംഭവം തന്നെ, കുട്ടാപ്പി പറഞ്ഞു. ഈ കണ്ട കാലം മുഴുവൻ അവളുടെ പിന്നാലെ നടന്നപ്പോൾ എന്നെ കളിയാക്കിയവന്മാരുടെയൊക്കെ ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്. ഈ നാട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഗംഭീര വിവാഹമായിരിക്കും അത്, വർക്കി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. വർക്കിച്ചായ അമിതാവേശം വേണ്ട, കുട്ടായി മുന്നറിയിപ്പ് നൽകി. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? വേറൊന്നും കൊണ്ടല്ല, ആനി ടീച്ചറുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. ചിലപ്പോൾ മനസ്സ് മാറി കല്യാണം വേണ്ടാന്ന് പറഞ്ഞാലോ. അത് കേട്ട് വർക്കി ചെറുതായി വിരണ്ടു. അവൾ അങ്ങനെ പറയോ? സാധ്യതയില്ലാതില്ല. ഇനി എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. എത്രയും പെട്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ, കുട്ടാപ്പി മുന്നറിയിപ്പ് നൽകി. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം വർക്കി ഒരു തീരുമാനത്തിലെത്തി. രാവിലെ പതിവ് പോലെ സ്കൂളിൽ പോവുകയാണ് ആനി. സോഫി ടീച്ചർ ലീവ് ആയതുകൊണ്ട് ആനി ഒറ്റയ്ക്കാണ്. ഈ സമയം ജീപ്പ് ആനിയുടെ മുമ്പിൽ വന്ന് നിർത്തി. അതിൽ നിന്നും മാസ് എൻട്രിയിൽ വർക്കി പുറത്തിറങ്ങി ആനിയുടെ മുന്നിൽ വന്നു നിന്നു. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് മനസ്സിലായോ? വർക്കി ചോദിച്ചു. ഇല്ല, ആനി പറഞ്ഞു. നമ്മുടെ കല്യാണക്കാര്യം സംസാരിക്കാൻ. അതൊക്കെ വീട്ടുകാർ സംസാരിച്ചോളും. അതുപോരാ, ഇപ്പോൾ ഇവിടെ വെച്ച് സംസാരിക്കണം. പറ, എന്താ നിനക്ക് എന്നോട് സംസാരിക്കേണ്ടത്? ആനി ഗൗരവത്തോടെ ചോദിച്ചു. നീയാ? നിന്നെ കെട്ടാൻ പോകുന്ന ആളാ ഞാൻ. കുറച്ച് ബഹുമാനമൊക്കെ ആകാം. അവൻ്റെ സംസാരം കേട്ട് ആനിക്ക് ദേഷ്യം വന്നു. പക്ഷെ അവളത് പുറത്ത് കാട്ടിയില്ല. സോറി, ഇച്ചായൻ എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? ആനി ആദ്യമായി ഇച്ചായ എന്ന് വിളിച്ചപ്പോൾ വർക്കിക്ക് കുളിര് കോരി. ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. പെട്ടെന്നെന്ന് പറയുമ്പോൾ ഈ മാസമോ? ആനി സംശയത്തോടെ ചോദിച്ചു. അല്ല, ഈ ആഴ്ചയിൽ. അത് കേട്ട് ആനി ഞെട്ടി. എന്തിനാ ഇത്ര പെട്ടെന്ന്? ഇനി അഥവാ ആനിയുടെ മനസ്സ് മാറിയാലോ? എൻ്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. എന്നാലും എൻ്റെ ഒരു ഉറപ്പിന് വിവാഹം നേരത്തെ വേണം. ആനി കുറേ പറഞ്ഞു നോക്കി. പക്ഷേ വർക്കി സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ വർക്കിയുടെ തീരുമാനത്തോട് അവൾക്ക് യോജിക്കേണ്ടി വന്നു. ഇങ്ങനെയൊരു പൊങ്ങനെയാണല്ലോ താൻ കെട്ടാൻ പോകുന്നതെന്ന് ഓർത്തപ്പോൾ ആനിക്ക് സങ്കടം തോന്നി. ആനി ടീച്ചർ വിവാഹ വാർത്ത അറിഞ്ഞതു മുതൽ ഊണും ഉറക്കവുമില്ലാതെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് വിധു. തന്നോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് വെറുക്കുന്ന ആളുമായി ആനി ജീവിതം പങ്കുവയ്ക്കാൻ തീരുമാനിച്ചത്. എല്ലാം താൻ കാരണമാണെന്ന് ഓർത്തപ്പോൾ അവന് സങ്കടം ഇരട്ടിയായി. വിവാഹം അടുത്തു വരുന്നത് കൊണ്ട് തന്നെ ആനി ഒരാഴ്ച സ്കൂൾ ലീവ് എടുത്തു. പന്തൽ പണിയും ഡ്രസ്സ് എടുക്കലുമൊക്കെയായി അവൾ തിരക്കിലായി. അങ്ങനെ ഇരിക്കെ വീട്ടിലിരിക്കുമ്പോഴാണ് ആനിക്ക് ദേഹമൊട്ടാകെ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടത്. സാധാരണ ഈ സമയങ്ങളിലാണ് തൻ്റെ ഡേറ്റ്. ഇത്തവണ അത് മുടങ്ങിയിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? അവൾ ആകെ പരിഭ്രാന്തിയിലായി. കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ഒരു ഞെട്ടലോടെ അവൾ ആ സത്യം മനസ്സിലാക്കി. അതെ, താൻ പ്രഗ്നൻ്റ് ആണ്. ഒരു നിമിഷം ആനിയുടെ ഹൃദയം തകർന്നു പോയി. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വിധുവിൻ്റെ കുഞ്ഞാണ് വയറ്റിൽ വളരുന്നത്. ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് വിചാരിച്ചിരുന്ന ആളെ വിവാഹം ചെയ്യാനും പോകുന്നു. അവൾ ആകെ വല്ലാതായി. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവാഹ ഒരുക്കങ്ങളൊക്കെ തകൃതിയിൽ മുന്നോട്ട് പോയി. വിവാഹത്തിൻ്റെ മുഴുവൻ ചിലവും വഹിക്കുന്നത് വർക്കിച്ചായനായതുകൊണ്ട് ആനിക്കധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ പാർട്ടിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വിത്ത് ലവ്, അലീന.